ചേട്ടാ, ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ തോറ്റു പുറത്തായത് അവരുടെ ആരാധകർക്ക് വലിയ നിരാശ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ നിരാശയുള്ളവർക്ക് വേണമെങ്കിൽ വാദിച്ച് ജയിക്കാനായിട്ട് ഒരു ഉപായം വന്നേക്കാണ്. ഏതോ പൂച്ച ശപിച്ചത് കൊണ്ടാണ് പോലും ബ്രസീൽ തോറ്റ, അല്ലാണ്ട് കളിച്ച് തോറ്റതല്ല. പൂച്ച ശപിച്ചാലൊക്കെ ബ്രസീൽ പോലൊരു ടീം തോറ്റു പോകും. അല്ല പ്രേംലാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴത്തേക്ക് ഈ മെസ്സിയുടെ പിന്നെ ഹിന്ദു ദൈവങ്ങളോടുള്ള ആരാധന സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്തയാണ് എന്ന ആമുഖത്തോടെ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതായത് ഈ കഴിഞ്ഞ ലോകകപ്പിൽ ഇപ്പോൾ 2026 ഫിഫ പ്രീ ക്വാർട്ടറിൽ നോർവേയോട് 2-1 തോറ്റത്. സത്യത്തിൽ ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. എനിക്ക് ഈ 5 തവണ കപ്പ് കിട്ടിയോണ്ടെന്നല്ല, ആ കളിയുടെ ആരാധകർക്ക് ക്ഷീണമാവാം. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു താളം, ഇവരുടെ കളിയുടെ താളം, ഫുട്ബോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഫുട്ബോളിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കായിക ഇനങ്ങളെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ആ താളമാണ് കളിയോട് ആൾക്കാർക്ക് ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ ബ്രസീൽ തോറ്റതിൽ ആരാധകർക്ക് ഒരുപാട് സങ്കടമുണ്ട്. അത് നോർവേയോടാണ് തോറ്റത്. 2-1 തോൽക്കുന്നത്. അതും ഒരു പെനാൽറ്റി ഗോളിൽ ആണ് ഈ കിട്ടിയ ഒരേ ഒരു ഗോൾ, ഒരു പെനാൽറ്റി അവർ തുലയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയായി പൂച്ച ശാപമാണ് ബ്രസീലിൻ്റെ തോൽവിക്ക് കാരണമെന്ന് പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു വാർത്താ സമ്മേളനം, സംഭവം ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു വാർത്താ സമ്മേളനം, അതിൽ കയറിക്കൂടിയ ഒരു പൂച്ച, അതിനെ നിഷ്കരണം എടുത്തെറിയുന്ന മാധ്യമപ്രവർത്തകർ. ഇതെവിടെ, എപ്പോൾ, എങ്ങനെ? ഇത് നടന്നത് ഖത്തർ ലോകകപ്പിലാണ്. ഖത്തർ ലോകകപ്പ് നടന്ന് 2022 ഡിസംബറിൽ ലോകകപ്പ് നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം. വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന ബ്രസീലിൻ്റെ കളിക്കാരനുണ്ട്. അയാൾ പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ ഒരു പൂച്ച അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂച്ചയെ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ എടുത്ത് തൂക്കി എറിയുകയാണ് ചെയ്തത്. പൂച്ചയെ അങ്ങനെ തൂക്കിയെടുത്തെറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചില പൂച്ചകൾ വളരെ മനുഷ്യനായിട്ട് അടുപ്പമുള്ള പൂച്ച ഉണ്ടാവും, അതിനെ സാവധാനം എടുത്ത് മാറ്റുന്നതിന് പകരം മാധ്യമപ്രവർത്തനം അതിനെ കഴുത്തിന് പിടിച്ച് മേശയിൽ നിന്ന് വലിച്ചെറിയുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. നിരവധി പേർ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ അതേ വർഷം 2022 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ക്രൊയേഷ്യയോട് തോക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ബ്രസീൽ പുറത്താകുന്നത്. അല്ലേ, ഈ ബ്രസീല് നമ്മൾ പഴയ റൊണാൾഡോ ഉണ്ടായിരുന്ന കാലത്തിന് ശേഷം പിന്നെ ബ്രസീൽ ചിത്രത്തിലേ ഇല്ലല്ലോ. തുടർച്ചയായിട്ട് ലോകകപ്പില് അല്ലേ, പിന്നെ ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ ബ്രസീൽ പഴയ ഒരു പ്രതാപം കാണിച്ചതായിട്ട് തോന്നുന്നില്ല. പങ്കെടുക്കുന്നു, പോകുന്നു. അല്ല, ഇതിനകത്ത് നമ്മളൊരു കളി വാച്ച് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയൊക്കെ കളി മികവ് കൂടി വന്നതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലെ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കളി മികവ് കൂടിയതിനു ശേഷമാണ് ബ്രസീൽ കളിക്കാൻ. സ്പെയിനിന്റെ മികവെന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കത്തുമില്ല, ഗോൾ അടിപ്പിക്കത്തുമില്ല. അവർ പാസിന്റെ ആൾക്കാരാണ്. അവർ പാസ് കൊടുത്ത് കളിക്കുന്ന ഒരു സ്റ്റൈലാണ്. അവർ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ടീമാണ്. ഗോൾ വീഴ്ത്തല്ല. അല്ല, അത് യൂറോപ്യൻ ശൈലിയിൽ കളി ശൈലി മാറ്റം ഉണ്ടായി. അതുപോലെ ആഫ്രിക്കൻ ടീമുകളും ഒരുപാട് വന്നു. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പേര് പോലും കേൾക്കാത്ത കേപ്പ് വെർദെ പോലെയുള്ള പേര് കേൾക്കാത്ത ടീമുകൾ ഇഷ്ടംപോലെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരേ സ്വഭാവമുള്ള പ്രതിഭകൾ തമ്മിൽ മാറ്റൊരുക്കുമ്പോൾ അങ്ങനെ ബ്രസീലിൽ നിന്ന് ഈസി വാക്കൗട്ട്. അതുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ബ്രസീൽ ടീമിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു കുഴപ്പം, അവർ ക്ലബ്ബ് ഫുട്ബോളിൽ കളിക്കുന്നവരെല്ലാം ഭയങ്കരമായി പെർഫോം ചെയ്യും. ഇപ്പോൾ നെയ്മർ തന്നെ കളിക്കാൻ അയാൾ ഫിറ്റാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. നെയ്മർ ഒരു ഫുട്ബോളർ എന്ന രീതിയിൽ അയാൾ ഒരിക്കലും ഫിറ്റല്ല. അയാൾക്ക് ഒരുപാട് പരിക്കുകളുണ്ട്. ആ പരിക്കുകൾ ഇരുന്നു കൊണ്ട് തന്നെയാണ് അവരുടെ കോച്ച് അഞ്ചലോട്ടി അയാളെ ടീമിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ കളിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ തോറ്റെന്ന് പറഞ്ഞ് പ്രതിഭകൾക്ക് മുന്നിൽ ഇപ്പം അർജന്റീന തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് മെസ്സി എന്ന് പറയുന്ന ഒരു ഒറ്റ പ്രതിഭ കിടന്ന് ചക്രശ്വാസം വലിച്ചാണ് ആ ടീം ഇത്രയും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ടീമുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏഞ്ചൽ ഡി മരിയ പോലുള്ള താരങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ല, ആഞ്ചൽ ഡി മരിയ ഇപ്പൊ ടീമിലില്ല. അയാൾക്ക് പ്രായം കഴിഞ്ഞ തവണ അല്ല, ഇത്തവണ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എംബാപ്പയുടെ അത്രയൊന്നും മെസ്സി ഓടിയാലെന്ന് എത്തില്ല. എംബാപ്പയ്ക്ക് ഓടാൻ ഒരു പ്രത്യേക കഴിവ്, വേഗത റൊണാൾഡോയ്ക്കും ഇല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഇല്ല, മെസ്സിക്കും ഇല്ല. അത് പ്രായമാണ് വിഷയം. അതേപോലെ ബ്രസീലിന്റെ കിഴവനെന്നാണ് പ്രശ്നമാണ്. ഇപ്പൊ ഇന്നലെ റൊണാൾഡോയെ പറഞ്ഞ കിഴവനെന്നാ പറഞ്ഞേ. ഒരു കിഴവൻ മധ്യത്തിൽ ഇങ്ങനെ എനിക്ക് ഈ കായിക ഇനങ്ങളിലൊക്കെ ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവരുടെ പെർഫോമൻസിനെ ബാധിച്ചു തുടങ്ങും. കാര്യം മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രേം ചോദിച്ച പോലെ ക്രൊയേഷ്യയുടെ അന്ന് തോക്കുന്നതിന് മുമ്പ് ബ്രസീലിൻ്റെ എന്തായിരുന്നു അവസ്ഥയെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പൊക്കെ തന്നെ ബ്രസീൽ അവരുടെ പെർഫോമൻസ് ഒക്കെ നഷ്ടപ്പെട്ട ടീമിനോട് ആത്മാർത്ഥതയുള്ള ആൾക്കാരല്ല. ബ്രസീൽ എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തെ ഒരു വികാരം തന്നെയാണ് ഈ കാൽപന്ത് കളി എന്ന് പറയുന്നത്. അതൊക്കെ അവർക്ക് നഷ്ടമായി തുടങ്ങിയതിൻ്റെ ഇതാണ്. ഇപ്പോഴും അതിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കുള്ള ഫുട്ബോൾ ആരാധകർക്ക് അവരുടെ കളി ശൈലിയായിരുന്നു. ആ പഴയ കളി ശൈലി
മനസ്സിലിങ്ങനെ ഉള്ളവരാണ് ബ്രസീൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ബ്രസീൽ അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. അവിടെ നിന്നാണ് ഈ അർജന്റീന, ലാറ്റിൻ അമേരിക്കൻ രാജ്യം അർജന്റീനയൊക്കെ കയറി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതോടെയാണ് പൂച്ച ശാപം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഒരു വരയൻ പൂച്ച അതിങ്ങനെ വന്നിരിക്കുന്നത്, അപ്പോൾ അതിനെ ഇങ്ങനെ തൂക്കി എടുത്ത് കളയുന്ന രംഗം. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ആ പൂച്ചയുടെ ശാപമാണ് ഉണ്ടാകുന്ന ഇതിന്റെ കാരണം. ശപിച്ചതിരിക്കട്ടെ, അല്ലാണ്ട് ഈ നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ പെനാൽറ്റി അടക്കം പാഴാക്കി 2-1 തോറ്റത് കൊണ്ടല്ല. അല്ല പ്രശ്നം അല്ല, അതൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ മെസ്സിയെ കുറിച്ച് പറഞ്ഞ എന്തായിരുന്നു? മെസ്സിക്ക് ഹിന്ദു ദൈവങ്ങളുടെ വിശ്വാസം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിനെ സാധൂകരിക്കലല്ല നമ്മൾ ചെയ്യുന്നത്, അതിലൊരു കൗതുകമാണ് നമുക്ക് തോന്നുന്നത്. ഇതിലിപ്പോ ഈ ആരാധകരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ബ്രസീലിന്റെ ആരാധകർ, അവർ ഇതൊക്കെ കണ്ടെന്ന് ആശ്വസിക്കുന്നുണ്ടാവും. അല്ല, ബ്രസീൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അന്ധമായ ഫാൻസിന് കണ്ണുടച്ച് എന്തും വിശ്വസിക്കാൻ പറ്റും. കളിയെ ഇപ്പോൾ ബ്രസീൽ ആരാധകരാണെങ്കിൽ പോലും കളിയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നവർ ഈ കളിയൊന്നും പോരാ എന്ന് ഇതിന് മുമ്പത്തെ കളിയിൽ തന്നെ കണ്ടപ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ ആയിരുന്നാലും അവരുടെ ടീമിലെ മറ്റ് കളിക്കാരുടെ പെർഫോമൻസ് ആയിരുന്നാലും ഇതൊന്നും പോരാ സഹോദര, ഇതെങ്ങും എത്തില്ല, ക്വാർട്ടർ വരെ എത്തിയാൽ തന്നെ ഭാഗ്യമെന്ന് പറഞ്ഞ ഒരുപാട് കളി നിരീക്ഷകരുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് കോഴിക്കോടുള്ള കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടും, ചേട്ടാ കളി കണ്ടോ? പയ്യന്മാരാ, കളി കണ്ടോ, എന്ത് തോന്നുന്നു ചേട്ടാ, ചേട്ടൻ്റെ ടീം ബ്രസീൽ എത്തുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തോന്നുമ്പോൾ അവർ പറയും, അവർ ഗോൾ വരെ വിശകലനം ചെയ്ത് നമ്മളടുത്ത് സംസാരിക്കുന്ന ആൾക്കാരാണ്. ആ പെനാൽറ്റി കളഞ്ഞ് കുളിച്ച പ്രേമ എന്നെ വെച്ചില്ലേ, പെനാൽറ്റി കളഞ്ഞു അവരെ കുളിച്ചില്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷം അന്ധവിശ്വാസങ്ങളും അല്ലാതും ഒക്കെ കൂടിക്കൊണ്ട് വരികയല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഈ 5 തവണ ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിൻ്റെ കിരീട സ്വപ്നം തകർന്നതിൻ്റെ കാരണം ഇത്തരത്തിലൊരു പൂച്ചശാപമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നെയ്മറുടെ വിരമിക്കൽ ആരാധകരുടെ വലിയ നിരാശയ്ക്കും കാരണമായിട്ട്. അങ്ങനെ ഇന്നലെ കളി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ എത്തണം. അയാൾ സുൽത്താൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഓരോ കമൻറ്റുകൾ വന്നിരുന്നു. ഈ അന്ധമായ ഫാൻസുകാർ അയാൾ സുൽത്താൻ എന്നല്ലേ ഈ മലപ്പുറത്തൊക്കെയുള്ള കോഴിക്കോടുള്ളവർ പറഞ്ഞത്. എന്നിട്ട് അതിനെ കമൻറ്റ് തന്നെ ഈ ഏഷ്യാനെറ്റിൻ്റെ ലൈവിൽ നിന്നുകൊണ്ട് അവിടുത്തെ റിപ്പോർട്ടർമാർ, അവിടുത്തെ അവതാരകർ എന്ന് പറയുന്നുണ്ട്, സുൽത്താൻ വടിയായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ. അപ്പോൾ റണ്ണിങ് കമൻട്രിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മത്സരം അവസാനിച്ച ഉടൻ തന്നെ നെയ്മർ കണ്ണീരോടെ മൈതാനത്തിരിക്കുന്ന ദൃശ്യങ്ങൾ ഒക്കെ ശ്രദ്ധ നേടിയിരുന്നു. അതിനോടൊപ്പം സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് 2022 ലോകകപ്പിൽ നടന്ന വിചിത്രമായ ഈ സംഭവം. അതുമായി ബന്ധപ്പെട്ട് പൂച്ചശാപം എന്ന വൈറൽ സിദ്ധാന്തവും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഏതായാലും നോർവേയോട് 2-1 തോറ്റാണ് ബ്രസീൽ പുറത്തായത്. അപ്പോൾ രണ്ടാം പകുതിയിൽ ഇരട്ട ഗോൾ നേടി നോർവേ ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലെത്തി. ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ടെത്തിയ ബ്രസീലിന് ഇത് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ തോൽവിയുടെ കാരണം എന്ന് പറയുന്നത്, ഈ പൂച്ചശാപമാണ് എന്നുള്ള രീതിയിൽ ആ പൂച്ചയെ തൂക്കിയെടുത്ത് എറിയുന്നതും. ആ പൂച്ച ഇത് വിനീഷ്യസ് ജൂനിയറാണ് പത്രസമ്മേളനം നടത്തിയത്. ഇതിപ്പോൾ ഈ ലോകകപ്പ് ഫുട്ബോളല്ല, മൊത്തത്തിൽ ഈ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളെ ചാരി രക്ഷപ്പെടുന്ന പ്രവണത മുമ്പ് രക്ഷപ്പെടുന്നതല്ല പറയുന്നത്, ഇതൊരു സാധൂകരണമാണ്. ഇങ്ങനെ മനസ്സുകൊണ്ട് സാധൂകരണമല്ല, അതായിരിക്കാം ഇതിന് കാരണം, ഇതായിരിക്കാം അതിന് കാരണം. കാര്യം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആരാധകരുണ്ടല്ലോ. അപ്പോൾ ആരാധകർക്ക് എന്തെങ്കിലും ഒരു മറുപടി വേണമല്ലോ. അത് ഇനിയിപ്പോൾ ഈ വിശ്വാസം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇനി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അവിടെ ഒരു പൂച്ചയെ കൊണ്ടിരുത്തിയിട്ട് ആ പൂച്ചയെ ലാളിച്ചുകൊണ്ട് നടത്തിയാൽ എല്ലാം ആവുന്നുണ്ടോ? അങ്ങനെ ആവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോയിന്റ്സ് നമുക്കിതിൽ തിരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, മെസ്സി ഹിന്ദു ദൈവങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എല്ലാ ദൈവങ്ങളെയും വിശ്വാസം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു ഇയാൾ കെബർദേരുടെ ഒരു തോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം എന്തിനും ഏതിനും കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ ഇതിനെ കരുതിയാൽ മതി. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ലോകകപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് അന്ധവിശ്വാസങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ആ പോൾ നീരാളിയൊക്കെ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. കാര്യം ഒരു നീരാളി ഫലപ്രവചനമൊക്കെ നടത്തുന്നു. അപ്പം അതിനുശേഷം ഇത്തരം പരിപാടികൾക്കൊക്കെ വലിയ സ്വീകാര്യതയും കുറേ കൂടി പ്രചാരണമൊക്കെ കിട്ടിയിട്ടുണ്ടാവണം. അല്ല പ്രേമ, ഇപ്പം തന്നെ നമ്മൾ പോർച്ചുഗലിൻ്റെ കളിക്കാരൻ പിന്നെ റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞു, നെയ്മറെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയ സജീവമായിട്ട് തന്നെ ഇപ്പം നെയ്മർ കഴിഞ്ഞ ദിവസം കളി തീർന്നു കഴിഞ്ഞിട്ടിരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞു. അത് സോഷ്യൽ മീഡിയയിൽ വരുമെന്നും ചർച്ചയാവുമെന്ന് അയാൾക്ക് അറിയാത്തതുകൊണ്ടല്ല, അയാൾ അറിയാതെ വികാരാധീനായി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ റൊണാൾഡോ കളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വന്നു, ഞാൻ യൂറോ കപ്പ് ഞാൻ എടുത്തു കൊടുത്തു, അതിൽ പരം എനിക്ക് വേറെ വലിയൊരു കപ്പ് എടുത്ത് കൊടുക്കാനില്ല, ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് എൻ്റെ ടീം എന്നോട് പറയില്ല, ഞാൻ ഒരാൾ ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്, ഇന്നത്തെ പ്രഭാതം പോലെ തന്നെ നാളത്തെ പ്രഭാതവും ഞാൻ ഉണരും എന്നൊക്കെ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമെന്നും അതെല്ലാം ജനം പറയുമെന്നും അറിയാത്തതുകൊണ്ടാണ് ഇവർ ഈ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായി നിൽക്കുന്നത് കൊണ്ട് അവർക്കറിയാം, ബോധപൂർവം ഇതെല്ലാം കുത്തിപ്പൊക്കി ഇടുന്നവർ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാരണം എന്തിനെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന് മാത്രം നമ്മൾ ഇതിൽ ധരിച്ചാൽ മതി.